കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വിഷയം അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഒരു ടീമിനോടും അത് സമൂഹത്തിനോടും തൽക്കാലം ശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്, മരവിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അറിയിക്കുക മാത്രമാണെന്ന് പറയുമ്പോൾ അവിടെ വാട്ടർമാർക്കിന്റെ ആവശ്യമില്ല. മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ വാട്ടർമാർക്കിന്റേത് അവിടെ അതൊരു വിഷയമല്ല. വാട്ടർമാർക്ക് എന്ന് പറയും. എന്റെ പൊന്ന് ഹാർപ്പിക്കെ, ഈ വാട്ടർമാർക്കാണോ ഇവിടുത്തെ പ്രശ്നം? വാട്ടർമാർക്കാണോ ഈ കേസിന്റെ സങ്കീർണത കൂട്ടിയത്? ഇയൊക്കെ അരിയും എന്താടാ തിന്നുന്നത്? എടാ, ഈ ഒരു കാര്യം ആലോചിച്ചോക്കടം. ഈ പോസ്റ്റ് ഏത് വാട്ടർമാർക്ക് ഇട്ട് വന്നാലും ഇവിടെ വാട്ടർമാർക്ക് ആർക്കാ പ്രശ്നം? ഹൂത്തികൾക്ക് പ്രശ്നമുണ്ടോ? യമനീസിന് പ്രശ്നമുണ്ടോ? തലാലിന്റെ കുടുംബത്തിന് എന്താ പ്രശ്നം? വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ വാട്ടർമാർക്ക് ആയിരുന്നു ഇവിടുത്തെ പ്രശ്നം. ഈ വാട്ടർമാർക്ക് കണ്ട് കുണ്ടി പൊള്ളിയ നീയൊക്കെ കൂടെ ഇട്ട പോസ്റ്റായിരുന്നു ഇവിടുത്തെ പ്രശ്നം. ഈ വാട്ടർമാർക്ക് കണ്ടിട്ട് AP വാട്ടർമാർക്കിന്റെ ലെറ്റർ ഹെഡിൽ ഈ ഒരു ശിക്ഷയുടെ ഇളവ് ഇങ്ങോട്ട് പുറത്തോട്ട് വന്ന സമയത്തെ, അല്ലെങ്കിൽ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്ത ഡേറ്റിന്റെ ഡീറ്റെയിൽസ് വന്ന സമയത്ത് നിന്റെ ഒക്കെ കുണ്ടിപുള്ളി, നിന്നെ പോലത്തെ എച്ചിലിൻ്റെയും ക്രിസംഗിയുടെയും മുസംഗിയുടെയും സംഘിയുടെയും സംഘപരിവാണങ്ങളുടെയും എല്ലാവരും കൂടെ ചന്തി പൊള്ളിട്ട് നീയൊക്കെ കൂടെ പോസ്റ്റ് ഇടാൻ തുടങ്ങി ഫേസ്ബുക്കിൽ. നിന്റെ ഫസ്റ്റ് പോസ്റ്റ് എന്താ നിനക്ക് ഓർമ്മ ഉണ്ടോ? നീ അന്ന് ഇതായിരുന്നു നിന്റെ ഫസ്റ്റ് പോസ്റ്റ്. നീ അപ്പോഴേക്കും ഹൂത്തി ബന്ധം, കാന്തപുരത്തിന്റെ ഹൂത്തി ബന്ധം എന്താണ്? കാന്തപുരത്തിന് നീ അപ്പോഴേക്കും അവിടെ തീവ്രവാദിയാക്കി. നീ ഒരു വലിയ പാരഗ്രാഫ് നീ എഴുതിയിട്ടു. ഹൂത്തികൾ അങ്ങനെ, ഹൂത്തികൾ ഇങ്ങനെ, ഹൂത്തികൾ ഇതാണ്, അല്ലെങ്കിൽ ഹൂത്തികൾ ഭീകരവാദികളാണ്, അവരുമായിട്ട് എങ്ങനെ കേരളത്തിലുള്ള ഒരാൾക്ക് ബന്ധമുണ്ടാവുന്നു, അപ്പോൾ കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങൾ എന്താണ് തീവ്രവാദികളാണെന്നോ പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റപ്പ് നീ ഇട്ടു. എടാ പരമവാഴ, അത് കണ്ടിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഹൂത്തികളോ തലാലിന്റെ കുടുംബം, ഈ പറഞ്ഞ അവിടെ ഭരിക്കുന്ന മുസ്ലിം അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്ന ഇസ്ലാം കൺട്രിയാണത്, അവിടെ ഭരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു, അതിന് സമ്മതിക്കുമായിരുന്നോ? അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഇതിന് തിരി കൊളുത്തിയത് നീയല്ലടാ. എന്നിട്ട് നീ ഇപ്പോൾ വാട്ടർമാർക്കിനെ കുറ്റം പറയണം? ഡിങ്കവാണമേ. ഈ ഇതിൻ്റെ മൊത്തം നിങ്ങൾ കേട്ടോ. ഇന്ന് News 18 അഭിലാഷ് വിളിച്ച ചർച്ചയിൽ ഇവനെ എന്തിനു കൊണ്ടിരിക്കും നിങ്ങൾ? അവിടെ AP ആളുണ്ട്, ഈ മറ്റേ ആക്ഷൻ കൗൺസിലിൻ്റെ ആൾ അവിടെ ഉണ്ട്, പിന്നെ BJP, കാരണം കേന്ദ്രം കൈമലർത്ത കേന്ദ്രത്തിന് വേണ്ടിയിട്ട് BJP ഒരു വക്താവ് അവിടെ ഉണ്ട്, പിന്നെ ഒരു വിദേശകാര്യ വിദഗ്ധനുണ്ട്. ഇവരുള്ള ഈ ചർച്ചയ്ക്ക് ഈ പാഴ്വായന എന്തിനു കൊണ്ടിരിക്കും നിങ്ങൾ? വീണ്ടും ഈ വിദ്വേഷം കൂട്ടാൻ വേണ്ടിയിട്ട്, ഇസ്ലാം വിദ്വേഷം വീണ്ടും അവിടെ കയറി പറഞ്ഞ് ഇതിന് മാക്സിമം ഇൻവോൾവ് ചെയ്യുന്ന AP മാക്സിമം പറയാൻ താറുമാറടയ്ക്കാൻ വേണ്ടിയിട്ട്, മുസ്ലിം വിരോധം എല്ലാം കൂടെ പറഞ്ഞിട്ട്, ഇതെല്ലാം കൂടെ പറയാൻ വേണ്ടിയിട്ട് ഇവനെ അവിടെ കൊണ്ടിരുത്തിയ സത്യ അഭിലാഷ് അല്ലെങ്കിൽ News 8 നിങ്ങൾക്കൊന്നും ഒരു ഇച്ചിരി ഉളുപ്പുണ്ടോ? നിങ്ങൾ ഇവനെ ഇവിടെ കൊണ്ടിരുത്തോ? അവിടെ ഇവനെ കൊണ്ടിരുത്തി അത് കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കില്ലേ? നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഫുൾ കാണട്ടോ. ഫുൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ മുഖത്തുനിന്ന് കൈയെടുക്കാൻ തോന്നില്ല, അമ്മ അതിന് വർത്താനം പറയുന്നത് കേട്ടോ. ശ്രീ മജീദ്, അങ്ങനെ ഒരു റിലീജിയസ് ഡിപ്ലോമസി അല്ലേ കൂടുതൽ പ്രാക്ടിക്കൽ ആവുക എന്നാണ് ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ആ സാധ്യതയെ തന്നെയാണ് തുറന്നിടേണ്ടത് എന്ന വലിയൊരു ശതമാനം ആളുകളും അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോഴും ശ്രീ ആരിഫ് സൂചിപ്പിച്ചതുപോലുള്ള വെല്ലുവിളികളെ നമുക്ക് തള്ളിക്കളയാനും സാധിക്കില്ലല്ലോ. ആരിഫ് ഹുസൈൻ അദ്ദേഹം ഏത് വീക്ഷണകോണിലൂടെയാണ് അത് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. കാരണം ഇതിന്റെ അകത്തുള്ള സങ്കീർണതകളെ കുറിച്ച് അദ്ദേഹം ബോധവാനാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ സങ്കീർണതകൾ ഉണ്ടാകുമ്പോൾ ആ സങ്കീർണതകളെ വ്യത്യസ്ത കോണുകളിലൂടെ പരിശോധിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു നിർദ്ദേശ തത്വമാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് ഇതിനെ കാണേണ്ടത്. പിന്നെ അദ്ദേഹം പറഞ്ഞു മറ്റൊന്ന്, ഇതില് ഒരു ക്രെഡിറ്റ് എടുക്കുന്ന ഒരു ചുറ്റുപാട് വന്നത് കുറച്ച് ഓവറായി പോയി എന്നാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ കാര്യത്തിൽ ചെയ്തത്, അദ്ദേഹം ഇതിൽ ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയത് ഈ ആക്ഷൻ കൗൺസിലിന്റെയും ചാണ്ടി ഉമ്മൻ MLA ഒക്കെ നിർദ്ദേശപ്രകാരം ഒരു ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയപ്പോ തൽക്കാലത്തേക്ക് വധശിക്ഷ മരവിപ്പിച്ചു നിർത്തി എന്ന ഒരു ഡിക്ലറേഷൻ മാത്രമാണ് കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ളത്. ബാക്കി ചർച്ചകൾ തുടർന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഈ വിവരങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റിനെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതിലപ്പുറമുള്ള ഒരു ടാസ്ക്, ഒരു ക്രെഡിറ്റബിലിറ്റി ഒന്നും കാന്തപുരം ഉസ്താദിന്റെ ഭാഗത്തുണ്ടായില്ല. ആരിഫ് ഹുസൈൻ സാർ അത് മനസ്സിലാക്കിയെടുത്തുള്ള അപാകതയാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ ഇത് ഡിപ്ലോമാറ്റിക് ആയിരിക്കുന്ന ഒരു സെന്റർ അവിടെ ഇല്ലാത്തത് കൊണ്ട് പരിമിതികളുണ്ട് എന്ന് സുപ്രീം കോടതിയെ കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ അറിയിച്ചതാണ്. ആ പരിമിതിയെ കണ്ടറിഞ്ഞത് കൊണ്ട് അതിനുശേഷമാണ് കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിലേക്ക് ഈ സംഗതി വരുന്നത്. ഇനി തുടർന്നും ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഫുൾ ദൗത്യം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്ന പക്ഷം
യാതൊരു സംശയവുമില്ല അത് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതിന് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷെ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പരിമിതികളെ ഓർമ്മപ്പെടുത്തിയ കേന്ദ്ര ഗവൺമെന്റ് ആ പരിമിതികൾ ഒഴിവാക്കിയിട്ട് അത് നീങ്ങിയിട്ട് പുതിയ സാഹചര്യം കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിലുണ്ട് എന്നും ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുമെന്നും ഈ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വിഷയമായതുകൊണ്ട്, കുറെ കാലം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സംഭവമായതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ ആളുകളോട് പറയേണ്ടിയിരിക്കില്ലേ എന്നതാണ് എന്റെ ഒരു സംശയം. അത് ആവശ്യമായി വരുമല്ലോ. തീർച്ചയായും. ശ്രീ ആരിഫ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കണം. താങ്കൾ കൈ ഉയർത്തുന്നത് കൊണ്ടാണ്. ഓക്കെ, അല്ല, ഇതിൽ ഈ വെല്ലുവിളികൾ ഉണ്ട് എന്ന് ഇത് നമ്മളിവിടെ പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നു, അതിൽ സന്തോഷം. പക്ഷേ ഈ വെല്ലുവിളികൾ ഇത് കേന്ദ്ര ഗവൺമെന്റിനെ ബോധിപ്പിക്കുകയല്ല, ഇത് അവരെ ബോധിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ബോധിപ്പിക്കേണ്ടി വരിക ഇത് ആ ഫാമിലിയാണ്. അവിടെയാണ് ഇതിന്റെ യഥാർത്ഥ വെല്ലുവിളി എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി കാന്തപുരം ഇതിൽ ചെയ്തത് അറിയിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അറിയിക്കുന്നതിന് വാട്ടർമാർക്കിന്റെ ആവശ്യമില്ലല്ലോ. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. അവിടെയാണ് ഈ ക്രെഡിറ്റിന്റെ ഇഷ്യൂ അവിടെ കടന്നു വരുന്നതും. അതൊരു എൻ്റെ പൊന്നാരിഫേ, ഈ കാര്യം ഇത്രത്തോളായിട്ട് കാന്തപുരം അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വാട്ടർമാർക്കുള്ള ഒരു ലെറ്റർ ഹെഡിൽ അത് ഡിസ്പ്ലേ ചെയ്താണോ എൻ്റെ പ്രശ്നം? അതാണോ ഇവിടുത്തെ പ്രശ്നം? എനിക്ക് മുസ്ലിം വിരോധത മൂത്ത് ഈ പറഞ്ഞ മുസ്ലിം പണ്ഡിതന്മാരോട് ദേഷ്യവും വാശിയും ഉണ്ടെങ്കിൽ ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് നീ പറയേണ്ടത് വാട്ടർമാർക്കാണോ ഇവിടുത്തെ പ്രശ്നം? അതുകൊണ്ടാണോ ഇത് ഇത്ര സങ്കീർണമായത്? ഇത്ര ഇഷ്യൂസ് ഇതിൽ വന്നത് ഒരു വാട്ടർമാർക്ക് കൊണ്ടാണോ? എൻ്റെ മനസ്സിലിരിപ്പം എന്താ? ഇത് കേൾക്കുന്ന സംഘിപ്പൊട്ടന്മാർക്ക് പോലും മനസ്സിലാവുന്നില്ല ഇത് ഇവൻ പറയുന്നതിൽ അട്ടത്തരം പൊട്ടത്തരം എന്നുള്ളത്. നിങ്ങൾ ഈ ചർച്ച കേൾക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്, സങ്കീർണതയും ബാക്കി എല്ലാം. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എത്രത്തോളം ഫലം കണ്ടു എല്ലാം ഉണ്ട്. കാന്തപുരത്തിൻ്റെ ഇടപെടൽ എല്ലാം കറക്റ്റാ. പക്ഷെ ഇതിൽ ചർച്ചയുടെ അവസാനം വരെ ആരിഫ് പൊക്കി പിടിക്കുന്ന ഒരേ ഒരു കാര്യം, വാട്ടർമാർക്കുള്ള ഇതിൽ എന്തിനു വെച്ചു? ഇത് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. ബാക്കി കിട്ടുക ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നിലപാടായിട്ട് മാറുന്നതും അതിന് നമ്മൾ വിമർശിക്കും. കാരണം ഇവിടെ വന്നിട്ടുള്ള മാധ്യമങ്ങൾ അതിനേറ്റെടുത്ത രീതി അപലപനീയമാണ്. ഇന്ന് മാധ്യമങ്ങൾ അത് നിശബ്ദരായി പോയിട്ടുണ്ടെങ്കിൽ അത് അവർ ഉൾക്കൊണ്ടിട്ടും കൂടിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് തന്നെയാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നത്. തീർച്ചയായും മാധ്യമങ്ങളെ അടക്കം താങ്കൾ വിമർശിക്കുമ്പോൾ അങ്ങനെയൊരു പൊട്ടൻ എന്ന് പറഞ്ഞാൽ ഭൂലോക പൊട്ടൻ. ഈ ഒരു വാട്ടർമാർക്കുള്ള സംഭവം അത് ക്രെഡിറ്റ് കാണിക്കാൻ കാന്തപുരം പുറത്തിട്ടത് കൊണ്ടാണോ ഇത് ഇത്രയും സങ്കീർണമാവുന്നതും അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ മൊത്തം അവസാനം പൊളിക്കാണ്ടിരിക്കേണ്ടി വന്നതും കാന്തപുരം ഇത് ലെറ്റർ ഹെഡിൽ ഇട്ടതുകൊണ്ടാണോ? ഇവിടെ കൊണ്ടതും ഇവിടെ ക്രെഡിറ്റ് എടുത്തതും ആരാണ്? ഇവിടെ ക്രെഡിറ്റ് എടുക്കാൻ ട്രൈ ചെയ്തത് ഈ പറഞ്ഞ ജെറോം കൂട്ടത്തിൽ മോദിജിൻ്റെയും മറ്റേ കേന്ദ്ര സർക്കാരിൻ്റെയും ബാക്കിയുള്ള ആൾക്കാരെയും പേരിട്ടിട്ട് ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയതല്ലേ? അത് കാന്തപുരം ഒരു ഒഫീഷ്യൽ ഒരു കാര്യത്തിൽ ഒഫീഷ്യലി ഇറങ്ങിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു സംഭവം ഒരു റിപ്പോർട്ട് ഒരു വിധിയുടെ പകർപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ വാട്ടർമാർക്ക് ഉള്ളതല്ലാണ്ട് എൻ്റെ വാട്ടർമാർക്ക് എക്സ് മുസ്ലിം എന്നിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു സാമാന്യ ബോധം, ആ ഒരു ഇച്ചിരി ബോധമെങ്കിലും എനക്കുണ്ടെങ്കിൽ ഈ ചോദിക്കൂ. അതുകൊണ്ടാണോ ഈ മാധ്യമങ്ങൾ ഇത്ര സങ്കീർണത വന്നതുകൊണ്ടാണോ? പുള്ളി ചെയ്യേണ്ടത് ചെയ്തു. അത് കണ്ടിട്ട് ഒരു ഇറസ്പോൺസിബിൾ ആയിട്ട് ഇവിടെ സംസാരിച്ചത് ആരൊക്കെയാണ്? നീ തുടക്കത്തിൽ ഈ കാന്തപുരത്തിൻ്റെ ഈ ഒരൊറ്റ സംഭവം വന്ന പുറത്ത് ഫസ്റ്റ് നിന്റെ പോസ്റ്റ് എന്തായിരുന്നു? ഇവിടെ ക്രെഡിറ്റ് ഈ സംഭവം ഇത് കാന്തപുരത്തിന് ഇതിലങ്ങോട്ട് വന്നപ്പോൾ കുണ്ടി പുള്ളി അനക്കല്ലായിരുന്നോ? ഈ അല്ലേ ഈ പോസ്റ്റ് ഇട്ടത്? കാന്തപുരത്തിന്റെ ഹൂത്തി ബന്ധം, കാന്തപുരം ഭീകരവാദിയാണെന്ന് പറഞ്ഞ് നീ വലിയൊരു പാരഗ്രാഫ് എഴുതി വിട്ടിരുന്നല്ലോ. എടാ പൊട്ട, നീയല്ല തുടങ്ങിയത്. പിന്നെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ മറ്റൊരു വാണം, അതെ ഒരു നിഷ്പക്ഷ വാണാണ് പിന്നെ കുറെ പോസ്റ്റ് എടുത്തിട്ടത്. ഇത് കണ്ട് സഹിക്കാൻ കണ്ണ് പൊട്ടിയിട്ട്. അതായത് നീയൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്ന താടിക്ക് ഒരു ടാഗിങ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ താടിയുടെ സർക്കാരിന് ഒരു ഇത്തിരി പോലെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ ആ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന അവിടം വരെ ഇത് എത്തുമായിരുന്നില്ല. ഒരു തേങ്ങയും ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ചുറച്ചിൽ നമ്പ്യാരെ ചാനലിൽ കൂടെ വിട്ട്, പിന്നെ കുറെ മറ്റ് എന്താ പറയാ സംഘീയക്കുട്ടന്മാർ അവരൊക്കെ ചാനലിൽ കൂടെ വിട്ട് നീയൊക്കെ നിന്റെ പോസ്റ്റാക്കി ഇതുപോലത്തെ പോസ്റ്റ് എടുത്തിട്ട് ഇവിടെ ആർക്കാ പുള്ളിയത്? കറക്റ്റായിട്ട് AP ചെയ്യേണ്ടത് ചെയ്തു. AP ഇത് പുറത്തോട്ട് റിലീസ് ചെയ്തപ്പം ഫസ്റ്റ് പുള്ളിയത് നിനക്കാടാ, നിന്റെ കുണ്ടിയ ഫസ്റ്റ് പുള്ളിയത്. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഇത് ഇത്രയും സങ്കീർണമാക്കാൻ നിന്റെ ഫസ്റ്റ് ചോദ്യം ഹൂത്തി ഗവൺമെന്റുമായിട്ട് കാന്തപുരത്തിന് എന്താ ബന്ധമെന്ന്. അതായത് ഞാൻ പറയുന്നില്ല, ഹൂത്തികൾ തീവ്രവാദികളാണ്. അപ്പൊ തീവ്രവാദ ബന്ധം എന്താണ് കാന്തപുരത്തിന്? അവിടെ ഫസ്റ്റ് നെഗറ്റിവിറ്റി കൊണ്ടുവന്ന് നീയല്ലേ ആരിഫെ? നെഗറ്റിവിറ്റി കൊണ്ടുവന്നത് ഇത്രയും സങ്കീർണമാക്കാനുള്ള തുടക്കം
തൊട്ടൊക്കെ ഈ നാരദന്മാരുണ്ട്, അവിടെയും ഇവിടെയും രണ്ടും പറഞ്ഞിട്ട് അപ്പുറത്ത് മാറി നിന്ന് കൈയടിച്ചിരിക്കുന്നത്. ഈ വെറും നാരദ, ഈ ഒരു പരമനാറി നാരദന. അതുകൊണ്ടാണ് എന്നിട്ട് നീ ഇപ്പം വരുന്നത് ഇവിടെ വന്ന് നീ ചലച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കാന്തപുരത്തിന്റെ ലെറ്റർ ഹെഡാണ് നിനക്ക് പൊള്ളിയത്. പൊള്ളിച്ച നീയാ. ഇതിന്റെ ഇടക്ക് മൊത്തം കുത്തിത്തിരിപ്പുണ്ടാക്കി. ഒന്ന് സാമുവൽ ജെറോം അവിടെ നിന്ന് തുടങ്ങിയത്. ഈ നാട്ടില് ഇവിടെ സംഘികളെ മൊത്തം ഇളക്കി വിട്ടത് ഈ പോസ്റ്റ് കണ്ട്, ഫസ്റ്റ് പോസ്റ്റ് കാന്തപുരത്തിന് ഇത്ര മോശമാക്കി പോസ്റ്റ് ഇട്ടിട്ട് കൊണച്ചത് നീയാടാ ആരിഫെ, നീയാ, വേറെ ആരുമല്ല. പക്ഷേ മാധ്യമങ്ങളെ അടക്കം താങ്കൾ വിമർശിക്കുമ്പോൾ അങ്ങനെയൊരു ഞാൻ ആവർത്തിക്കുന്നു, മാധ്യമങ്ങൾ എന്തുകൊണ്ട് അതിന് പ്രയോറിറ്റി കൊടുത്തു എന്നതാ കാരണമായി പറയാൻ നമുക്ക് പറ്റുന്നത് ഇത് തന്നെയാണ്. അതായത് നിമിഷപ്രിയ എന്നത് വലിയ ചർച്ചയായി നിൽക്കുന്നു, 16-ാം തീയതി വധശിക്ഷ എന്നത് നിൽക്കുന്നു. പലപ്പോഴും ഇൻപുട്ടുകളടക്കം മാധ്യമങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യം, ആക്ഷൻ കമ്മിറ്റി ആണെങ്കിൽ 2 തട്ടി നിൽക്കുന്ന പശ്ചാത്തലം. അതിനിടയിലായിരുന്നു ഈ ശുഭവാർത്ത പുറത്തേക്ക് വന്നത്. അത് മാധ്യമങ്ങൾ കോട്ട് ചെയ്താണ് നൽകാൻ പറ്റുമോ ആരിഫ്? കാരണം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ അത് കോട്ട് ചെയ്യേണ്ടതില്ല. പക്ഷേ ഇത് ഒരു കൃത്യമായ ഒരു കോട്ട് ചെയ്ത് പറഞ്ഞത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ശരി, റൈറ്റ് ആരിഫ്. അല്ല, അതാണ് അഭിലാഷിന് പോലും ബോധമുണ്ട്. അഭിലാഷിന് പോലും ഇച്ചിരെങ്കിലും ചുക്കും ചുണ്ണാൻ മോനെ തലയിലുണ്ടോ ഓനത് പറഞ്ഞ്. ഇപ്പോഴും ബോധമില്ലാണ്ട് വേറെ മറ്റേ ഇവൻ കൈ വെക്കണമല്ലോ, കൈ വെക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഇവൻ പൊക്കണമല്ലോ, ആ പൊക്കിയിട്ട് ഇവൻ എന്താ പറയുന്നതും കൂടെ കേട്ടോ. വീണ്ടും ഇവൻ എന്താ വീണ്ടും പറഞ്ഞു വരുന്നത് നോക്ക്. ഇവന്റെ ഉള്ളിലെ വിദ്വേഷവും പകയും ദേഷ്യവും വാശിയും എത്രത്തോളം ഉണ്ടെന്ന് ഇവന്റെ ഈ വർത്താനത്ത് മനസ്സിലാവും. അതിനെ നമ്മൾ മാനിക്കുന്നു. പക്ഷെ അപ്പോഴും അവിടെ പ്രശ്നം ഇതാണ്. അതായത് ഇവിടെ ആ രീതിയിലുള്ള ഒരു ആഘോഷത്തിനുള്ള ഒരു വഴിയും അവിടെ ഇല്ല സത്യത്തിൽ. കാരണം ഇതിന് യഥാർത്ഥ പ്രശ്നം ഇപ്പോഴും അൺസോൾവ് ആണ്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അത് അവിടെ മറക്കപ്പെടുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. പക്ഷേ അത് മാധ്യമങ്ങൾ എടാ ഊളെ, ഇവിടെ ആഘോഷിക്കപ്പെട്ടുകയല്ല ചെയ്തത്. അതായത് കഴിഞ്ഞ 9 വർഷം ജയിലിൽ കിടന്ന ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് നീ പൊക്കി നടക്കുന്ന നിന്റെ താടീജിയുടെ സർക്കാരിന് പോലും ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റാണ്ട് ഒന്നുമില്ല. നമ്മുടെ പരമോന്നത കോടതി സുപ്രീം കോർട്ടിൽ പോയിട്ട് കൈ മലർത്തി ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി സ്വയം അവർക്ക് തോന്നിയിട്ട് അവർ ശിക്ഷ മാറ്റി വെച്ചാൽ നമുക്ക് അപ്പം എന്തേ നോക്കാമെന്നും പറഞ്ഞു പോയേ സുപ്രീം കോർട്ടിൽ നിന്ന് പോയ ആളെ നാളെ ഇത് ചെയ്യാൻ വെച്ചേ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളുടെ 9 വർഷത്തിന് ശേഷം വധശിക്ഷ വിധിച്ച ഒരാളുടെ വധശിക്ഷ ഡേറ്റ് മാറ്റാൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഘോഷമല്ല, ആശ്വാസമാണ്. ആ ആശ്വാസം നാട്ടിലെ ആൾക്കാരെ അറിയിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ആ ആശ്വാസം കൊണ്ടുവരാൻ കാന്തപുരത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കാന്തപുരത്തിന് തന്നെ കംപ്ലീറ്റ് ക്രെഡിറ്റും കൊടുത്തിട്ട് വേണം അത് കാണിക്കാൻ ബാക്കിയുള്ളവർക്ക്. അതിൻ്റെ ഇടയ്ക്ക് ചൊറഞ്ഞ് പൂക്കി മുത്ത് ഈഗോ കയറിയിട്ടുണ്ടല്ലോ, വട്ടച്ചൊറി പൊളഞ്ഞ നിന്നെ പോലത്തവന്മാരാണ് ഇമ്മാതിരി വർത്താനം ഇടെന്ന് പറഞ്ഞത്. ആ ഒരു റിസൾട്ട് കൊണ്ടുവന്ന ആളെ നീ തീവ്രവാദിയാക്കി. ആ രാജ്യത്തെ മൊത്തം, ആ രാജ്യം ഭരിച്ചുകൊണ്ട് ഇപ്പം നമുക്ക് കിട്ടേണ്ടത് ആ രാജ്യത്തിനോട് എന്ത് പറഞ്ഞിട്ടാണെങ്കിലും ആ രാജ്യത്ത് നമുക്ക് ഒരാളങ്ങോട്ട് റിലീസ് ചെയ്ത് കിട്ടാൻ വേണ്ട. ആ രാജ്യത്തിനെ മൊത്തം തീവ്രവാദിയാക്കി. ആ തീവ്രവാദികളെ നമ്മുടെ നാട്ടിലത്തെ ഈ കാന്തപുരത്തിന് നീ കൂട്ടിക്കെട്ടി. നീയല്ലടാ അവിടെ ഏറ്റവും വലിയ ചെറ്റത്തരം കാണിച്ചത്. എന്നിട്ട് നീ വന്നിട്ട് ഈ അഭിലാഷിനെ പോലത്തെ അല്ലെങ്കിൽ ന്യൂസ് 18 പോലെ ഈ വേട്ടാവളീനെ എന്തിനാ കൊണ്ടിരുത്തിയത്? അവിടെ ബാക്കി വിദേശകാര്യ വിദഗ്ധനുണ്ട്. പിന്നെ നമ്മുടെ കാന്തപുരത്തിന്റെ വക്താവായിട്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ ആളവിടെ ഉണ്ട്. പിന്നെ BJPയുടെ വക്താവുണ്ട്. വേണം എന്താ കേന്ദ്ര ഗവൺമെന്റാണ് ഇവിടെ ഒന്നും ചെയ്യാൻ കെട്ടാണ്ട് അണ്ടിപോയ അണ്ണാനെ പോലെ ഇരിക്കുന്നത്. അവരുണ്ട്. അപ്പുറത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ അഡ്വക്കേറ്റ് ഉണ്ട്. ഇവിടെ നിരീക്ഷകൻ എന്ന് പറഞ്ഞിട്ട് ഇവനെ എന്തിനു കൊണ്ടിരുത്തി? ഈ ചർച്ചയ്ക്ക് ആരിഫിനെ എന്തിനു കൊണ്ടിരുത്തി? നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മളൊരു വിദേശ രാജ്യം, അതും ഒരു മുസ്ലിം ഇതുള്ള എന്താ പറയുക ഭരണമുള്ള ഒരു വിദേശ രാജ്യം, അവിടെ തന്നെ വിമതരായിട്ട് ഭരിക്കുന്ന ഒരു സ്ഥലത്തിന് എങ്ങനെയെങ്കിലും ഒരാളെ രക്ഷിച്ചു കൊണ്ടുവരാൻ നേരത്ത് മുസ്ലിങ്ങളെ പറ്റി ഏത് നേരം 24 hours ഉറക്കത്ത് വരെ വിളിച്ച്, ഉറക്കത്തിൽ പോലും മുസ്ലിങ്ങളെ തെറി വിളിച്ച് ഇസ്ലാം മത വിദ്വേഷം കൊണ്ട് പരത്തി ജീവിക്കുന്ന ഇവനെ ഇതുപോലത്തെ ഒരു ചർച്ചയ്ക്ക് കൊണ്ടിരുത്തിയാൽ അത് ഗുണം ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? അതല്ല ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ ചെയ്യുന്നത്. ഇവൻ ഇവിടെ ഇരുന്നിട്ടും മുസ്ലിങ്ങളെ കുറ്റം പറയും, ഇവൻ ഇവിടെ ഇരുന്നിട്ടും കാന്തപുരത്തിനെ കുറ്റം പറയും, ഇവൻ ഇവിടെ ഇരുന്നിട്ട് ഹൂത്തികളെ എന്താ പറയുക ഭീകരവാദികളാക്കുന്ന ഇവനതീ കൊണ്ടിരുത്തിയ ഇതൊക്കെ അവിടെ എത്തുമ്പോഴല്ലേ ഐശ്വരി ഞങ്ങളെ നാട്ടിലെ ആൾക്കാരെങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ ഹൂത്തികളായിട്ടുള്ള ഞങ്ങളുടെ ഭരണത്തിന് നിങ്ങളുടെ ഇന്ത്യയിൽ നിങ്ങളുടെ ഇവനെ പോലത്തെ എച്ചിലുകൾ ഇമ്മാതിരി ചെറ്റത്തരാണ് പറയുന്നത്. ഞങ്ങളെടുത്തോട്ട് വന്ന കാന്തപുരത്തിനെ പറ്റി ഇവൻ തീവ്രവാദിയാക്കിയിട്ടുണ്ട്, ഇന്ന് അവന് കിട്ടട്ടെ. അല്ല ഇവനെ പോലത്തെ ആൾക്കാരുടെ ആക്ഷൻസ് അല്ലേ ഇതിന് എഗെയിൻസ്റ്റ് ആവുന്നത്. എന്നിട്ട് ഇവൻ ഈ പറയുന്ന കൊണയും കേട്ട് ഇരുന്നിട്ട് ഇവനൊക്കെ കൊണ്ടിരുത്തുന്ന ന്യൂസ് 18 നിങ്ങളാണ് ഇവിടെ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്, വേറെ ആരുമല്ല. ഇവനെ പോലത്തവന്മാരെ പരിപാടിക്ക് നിർത്തിയിട്ട് നിങ്ങൾ അവനെ വല്ല സംവാദത്തിനും കൊണ്ടിരുത്ത്. മുസ്ലിം ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം തമ്മിലുള്ള സംവാദത്തിന് ഇവരെ എച്ചിലാക്കിക്കൊണ്ടിരുത്തി നിങ്ങൾ ചെയ്യുക. അതല്ലേ ഇവനെ എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ട് അവനെത്തിക്കൊണ്ടിരുത്തി നിങ്ങൾ സംസാരിപ്പിക്കുന്നത്? ഭയപ്പെടുത്തിയത് പിന്നീട് ഈ പറഞ്ഞതുപോലെ ചേരി തിരിഞ്ഞുള്ള വാക്പോരുകളിലേക്ക് പ്രതികരണങ്ങളിലേക്ക് പോയി എന്നതുകൊണ്ടാണ്
അത് ഒരു പരിധിവരെയെങ്കിലും ഈ മോചനത്തിനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്നുവെങ്കിൽ അതുണ്ടാകാതിരിക്കട്ടെ. സമയം അവസാനിക്കുകയാണ്. എങ്കിലും ശ്രീ മജീദ് വളരെ പെട്ടെന്ന്. ഇതിൽ കാന്തപുരം ഉസ്താദ് ഇത് ജനങ്ങളെ അറിയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഒരു പക്ഷേ ഇതിലുള്ള ഒരു അസൂയാലുക്കളോ അല്ലെങ്കിൽ അസഹിഷ്ണുത കാണിക്കുന്ന ആളുകൾ ഇതിനെ വെറുതെ പർവ്വതീകരിച്ചുകൊണ്ട് മറ്റു പല ലെവലിലേക്കും ചർച്ചകൾ കൊണ്ടുപോയതാണ് ഇവിടെ മറ്റു വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വിഷയം അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഒരു ടീമിനോടും അത് സമൂഹത്തിനോടും തൽക്കാലം ശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്, മരവിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അറിയിക്കുക മാത്രമാണെന്ന് പറയുമ്പോൾ അവിടെ വാട്ടർമാർക്കിന്റെ ആവശ്യമില്ല. ആ വാട്ടർമാർക്ക് ഈ കഴുതന്റെ വായിൽ വല്ല പഴവും കുത്തിക്കയറ്റി ഇവൻ ഈ അറിയിക്കുന്ന വാട്ടർമാർക്കിന്റെ കഥ പറഞ്ഞ് അവിടെയുള്ള മൊത്തം ആൾക്കാരെ തെറ്റിക്കും. ഇവന്റെ ഈ വർത്താനം ML എത്തിക്കഴിഞ്ഞാലായിരിക്കും അവർ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. വേറെ ആരെന്ത് പറഞ്ഞാലും ഇവിടെ കുഴപ്പമില്ല. ഇവനെ പോലത്തെ ഒരു മുസ്ലിം വിദ്വേഷി, ഇവനെ പോലത്തെ ഒരു എച്ചിൽ ആയിട്ടുള്ള ഡാഷ് മക്കളാണ് ഇവിടെ കൊണ്ടിരുത്തി ഇമ്മാതിരി നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. എന്നൊരു നല്ല കൈ ഒഴിഞ്ഞു നിൽക്കുന്നത്. ഇമ്മാതിരി പൊട്ടനൊക്കെ കൊണ്ടിരുത്തിയിട്ടാണോ നിങ്ങൾ ചർച്ച ചെയ്യിപ്പിക്കുന്നത്? അതിനുള്ള മറുപടി വരല്ല. ആക്ഷൻ കമ്മിറ്റിയുടെ നമ്മുടെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കൊടുക്കുന്നുണ്ട് ഇതിനുള്ള മറുപടി. അത് വേണമായിരുന്നോ വേണ്ടായിരുന്നോ എന്നുള്ളത്. ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവനെ കൊണ്ട് ഇരുത്തിയിട്ട് ഓനെ കൊണ്ട് വീണ്ടും ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കുക കേസ്. അഭിലാഷ്, നിനക്കൊന്നും ഭ്രാന്താണോ? എനിക്കൊക്കെ അവിടെ അതൊരു വിഷയമല്ല. എന്ന് പറയുന്നത് എനിക്ക് നേരിട്ട് ഈ കണ്ടില്ല, അവിടെ ആ വാട്ടർമാർക്ക് വിഷയം ആർക്കാണ്? എച്ചിലിനാണ് വാട്ടർമാർക്ക് വിഷയം. ഈ ഇത് വിഷയം ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇതാക്കിയെടുത്ത് സംഘികളും കൂട്ടസംഘികളും കൃസംഘികളും മുസംഘികളും എച്ചിലുകളും ചെറ്റകളും എല്ലാം കൂടെ അതിൽ കയറി നിരങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ എച്ചിലിന് അത് വിഷയമായത്. ഇവന്മാരാണ് ഇത് ഇത്രയും കൂടെ വിഷയമാക്കുന്നത്. വീണ്ടും തിളക്കിയാണ് ഇവൻ്റെ ഒക്കെ ഇമ്മാതിരി ചെറ്റ വർത്താനം കേൾക്കണം. എനിക്ക് നേരിട്ട് ഈ ഒരു ഉത്തരവിന്റെ കോപ്പി കിട്ടിയിരിക്കുന്നു, അത് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള ഒന്നായി ഇതിനെ കണ്ടാൽ മതി. അതിലപ്പുറം ഇതിനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് സംശയം തോന്നുന്നത്. എന്തായാലും നമുക്ക് തർക്കിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമല്ല എന്നതുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഒരു 30 സെക്കൻഡിൽ അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ സൂചിപ്പിച്ചതുമാതിരി 5 വർഷത്തോളം ഇരുട്ടിൽ നിന്നിരുന്ന, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതിരുന്ന നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ശരിയായ ദിശാബോധം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ ഇടപെടൽ സാധിച്ചിട്ടുണ്ട്. ആ അദ്ദേഹത്തിന്റെ ഇടപെടൽ തന്നെയാണ് ഇതിനെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ അതിന് നമ്മൾ കുറച്ച് കാണരുത്. ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചില പോരായ്മകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ മാത്രം വിടുന്ന സമയത്ത് അതിനുവേണ്ടി ഉപയോഗിച്ച ഒരു വാട്ടർമാർക്കിനെ നമ്മൾ വിവാദമാക്കേണ്ടതില്ല. അയാൾക്ക് വിവരമുണ്ട്, ബുദ്ധിയും വിവരമുണ്ട്. ഈ ആക്ഷൻ കൗൺസിൽ കമ്മിറ്റിയുടെ അഡ്വക്കേറ്റ് അയാൾ 9 വർഷമായിട്ട് ഒന്നും എവിടെ എത്താണ്ട്, ആർക്കും കേന്ദ്ര സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നാളെ മരിക്കും, നാളെ ആള് തീരാൻ പോവാണ്, നാളെ അയാളെ തൂക്കിലേറ്റാന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഈ കേസ് കേരളം മൊത്തം, ഇന്ത്യയിലെ എല്ലാ ന്യൂസ് ചാനൽസും ഇന്റർനാഷണൽ ന്യൂസ് ചാനൽസിൽ പോലും ഇത് ഇത്രയും ഡിസ്കഷനിലോട്ട് കൊണ്ടുവന്ന് ഇത്രയും ലോക നേതാക്കളുടെ ഇന്ത്യയിലെ എല്ലാ ആൾക്കാരുടെ ഇടയിലോട്ട് എത്തിപ്പെട്ടത് കാന്തപുരം ഒരൊറ്റ ആള് അതിൽ കൈവച്ചതുകൊണ്ടല്ലേ? കാന്തപുരം അതിൽ കൈവച്ചിട്ടില്ലെങ്കിൽ എന്താകുമായിരുന്നു? കഴിഞ്ഞ തിങ്കളാഴ്ച ബുധനാഴ്ചയോടുകൂടി നിമിഷനെ തൂക്കിക്കൊന്ന് തീർന്നു. അത് ഇന്ത്യയിൽ ഒരാൾ അവിടെ പോയി, അത് കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിനും കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. ഇത് പോയവരെ കുടുംബത്തിനും പോയി, വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പൊ ആരിഫും ഉണ്ടാവില്ലായിരുന്നു അവിടെ ഇതേപോലെ വാട്ടർമാർക്കിന്റെ കണക്ക് പറയാൻ. അവിടെ ശ്രീജിത്ത് പണിക്കരും വരൂലായിരുന്നു, ആരും വരൂലായിരുന്നു. ഇവരൊന്നും അറിയ പോലും ഉണ്ടായിരുന്നില്ല കേസ്. കാസ ഓൾറെഡി കൈ കഴിഞ്ഞു. അത് പണ്ടൊന്ന് പറഞ്ഞാൽ മറ്റേ ഇരട്ടത്തന്തൊക്കെ പറയുന്നത് 2 തന്തള്ളവരാ, അന്ന് വേറൊന്നും ഇന്ന് വേറൊന്നും, അങ്ങനെ തന്തങ്ങളെ മാറ്റി പറയുന്ന കൂട്ടരാണ് കാസ. ആ ചെറ്റകൾ മാറിപ്പോട്ടെ. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇതിന് എത്രയും ഇതാക്കണമെങ്കിൽ ഇത്രയും സങ്കീർണമാക്കി, അല്ലെങ്കിൽ സങ്കീർണതല്ല, ഇതിന്റെ സങ്കീർണത എന്താണ് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അവസ്ഥയിലോട്ട് ഈ മാധ്യമങ്ങളും ബാക്കിയുള്ള ആൾക്കാർ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് കാന്തപുരം ഇടപെട്ടുകൊണ്ടല്ലേ. ആരിഫിന്റെ ഇത് മൂത്തതുകൊണ്ട്, ആരിഫിന്റെ ഈ മതത്തിനോടുള്ള ദേഷ്യം കൊണ്ടല്ലേ ആരിഫ് വന്നിരുന്നിട്ട് വാട്ടർമാർക്ക് പൊക്കി പിടിച്ചുകൊണ്ട് കൊടുക്കുന്നത്. ഇവൻ കുറച്ചു കാലം മുമ്പ് ഇവന്റെ തുഞ്ചം പോയതിന് ഇരുന്നിട്ട് ടെൻഷൻ അത് ഇതുവരെ കിട്ടിയില്ല. ഇനി വാട്ടർമാർക്കിന്റെ മുകളിലോട്ട് അവൻ കയറി പോകുന്നത്. ഇമാതിരി വാണങ്ങളും വ്യാളികളും ഒക്കെ ആയിട്ട് കൊണ്ടിരുത്തുന്നത്. അതുമായിട്ട് ഒരു രീതിയിൽ ബന്ധമില്ലാത്ത അവനെയാണ് നിങ്ങൾ ഡിബേറ്റിൽ പിടിച്ചിരുത്തിട്ട് പ്രശ്നം വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി അല്ലേ? ഇത് ഇത്രത്തൊന്നും അല്ല കേട്ടോ. ഇതിന്റെ ചർച്ചയുടെ സ്റ്റാർട്ടിങ് നിങ്ങൾ കേൾക്കണം. ഇവൻ അതിലോട്ട് എത്തുന്നത്, ഇവൻ അതിൽ മുസ്ലിമിന്റെ ഇസ്ലാമിനും മൊത്തത്തിൽ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഇവന്റെ ഇതേ ചർച്ചയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇവൻ വരുന്നത്. അത് കേട്ട് നോക്കണം നിങ്ങൾ. എന്നിട്ടാണ് ഓനെ കൊണ്ടിരുത്തിയിട്ട് ഇവർ പ്രശ്നങ്ങൾ നമ്മൾ ഈ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഡിബേറ്റ് കൂടി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട കാര്യം അതവിടെ ചർച്ച ചെയ്തോളും. ഇവനെ കൊണ്ട് ഇവിടെ ഇരുത്തിയിട്ടല്ല ഇത് കാര്യം. അതിൻ്റെ ഫുൾ പോർഷൻ ഉണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ കേട്ട് നോക്കേ.
താനെയിലെ ജയിലിലാണ് ഇപ്പോൾ നിമിഷപ്രിയ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ പലര് ചേർന്നിട്ടുള്ള ദൗത്യമാകട്ടെ, അതിന് അന്തിമമായി എത്രത്തോളം നമുക്ക് പ്രതീക്ഷ പുലർത്തേണ്ടതായി വരും, എത്രത്തോളം ദുർഘടവും ശ്രമകരവുമാണ് ആ ദൗത്യം? വളരെയധികം ദുർഘടമായ ഒരു പാത തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. കാരണം അത് തന്നെയാണ് നമ്മളെ ഇത് ചർച്ച ചെയ്യുന്നതിലേക്ക് ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ 16-ാം തീയതി നടക്കേണ്ട ഒരു വധശിക്ഷ അത് നീട്ടിവെച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോഴും അത് റദ്ദാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ നടക്കേണ്ട കാര്യമാണ് ഈ കുടുംബത്തെ അനുനയിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് അവർക്ക് അതിൽ നിന്ന് പിന്മാറാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ, ഈ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് അതിനകത്ത് മറ്റു വഴികൾ തേടാനുള്ള വഴികൾ, അതാണ് ഇപ്പോൾ ഇനി നടക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഇവിടം വരെ നമ്മൾ കണ്ടിട്ടുള്ള ചർച്ചകളിൽ നിന്നും അതിന്റെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. അത് എളുപ്പമല്ലാത്തതിന് പല തലങ്ങളിലുള്ള കാരണമുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റീസൺസ് എന്ന് നമ്മൾ പറയുന്നതും ഇന്ന് അതിലൂടെ കോടതി വിധിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ചില ഇപ്പൊ സൂചിപ്പിച്ച പോലുള്ള കാര്യങ്ങളൊക്കെ. അതിനപ്പുറത്തേക്കുള്ളതാണ് ഈ വിഷയത്തിന്റെ കാതലായ വശമായിട്ടുള്ള ഈ മതപരമായിട്ടുള്ള വിഷയങ്ങൾ, ഇതിലെ നിയമപരമായ ശരിയ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ അതിന്റെ മറുവശത്ത് നിൽക്കുന്നു. ഇത് രണ്ടും കൂടി നിൽക്കുന്നതിന് അപ്പുറത്ത് ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് ഈ ഓണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വിഷയം. അതായത് ഈ കുടുംബം ഇങ്ങനെ ഒരു സംഗതി തീരുമാനം എടുക്കുമ്പോൾ അത് ആ കുടുംബത്തിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല, അത് ആ വ്യക്തിയിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല, അത് അവരുടെ ഗോത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ചുറ്റുപാടിൽ ആ ഉമ്മത്തിൽ തന്നെ വലിയ തോതിൽ റിപ്പർക്കഷൻസ് ഉണ്ടാക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അത് നമുക്ക് ആ ഒരു രീതിയിൽ അതിനെ മനസ്സിലാക്കിയാൽ മാത്രം പിടികിട്ടുന്ന ഒരു കാര്യമാണ്. അത് എല്ലാത്തിലും നമ്മൾ പറയാറുണ്ട്. ഇവിടെ അത് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി, ഈ ഓണർ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു വഴി തേടേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ കാണുന്നത്, ഒന്ന്, ഇത് നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. ഈ സെക്യുലർ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വഴികൾക്കപ്പുറം ഈ മതപരമായിട്ടുള്ള സംഗതികൾ നമ്മളുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു നാട് ഏത് രീതിയിലാണ് ഉണ്ടാവുക എന്നത് നമ്മൾ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് സത്യത്തിൽ ഇതൊക്കെ വഴിവെക്കുന്നത്. എന്റെ പൊന്നാരിഫെ, നീ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാനല്ല ആ ഒരു ഡയലോഗ് അവിടെ കൊണ്ടിട്ടത്. ആർക്കും ഓർമ്മപ്പെടുത്തല്? നമ്മൾ യമനിൽ മാത്രമല്ല, യമനിലല്ലാതെ ഇപ്പോൾ സൗദിയിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും UAE-യിലാണെങ്കിലും ഇവിടെയൊക്കെ ശരിയായ നിയമത്തിൽ തന്നെ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ ഇറക്കുന്ന രീതി എല്ലാം ഉണ്ട്. അപ്പം നമ്മളെവിടെ ആണെങ്കിൽ നമ്മുടെ നിയമങ്ങളുണ്ട്, അവിടെ നിയമങ്ങളുണ്ട്. ഇവിടെ വിമതരായിട്ട് പോകുന്ന കുറച്ച് ആൾക്കാർ ഇസ്ലാമിൻ്റെ എക്സ്ട്രീമിറ്റി എന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ ഒന്നും അല്ലാത്ത രീതിയിൽ രാജ്യങ്ങൾ പോകുന്നുണ്ട്. അത് അങ്ങനത്തെ പല സ്ഥലങ്ങളുണ്ട്, പല കൺട്രീസിലും ഇങ്ങനത്തെ പല ഇഷ്യൂസും ഉണ്ട്. അവിടെ നീ ഇത് കൊണ്ടിടുന്നത് നിന്റെ മുസ്ലിം വിദ്വേഷം പറയാന്നല്ലേ നിന്റെ ഇവിടുത്തെ ഉദ്ദേശം? ആർക്കുള്ള ഓർമ്മപ്പെടുത്തല്? നമ്മുടെ ഇന്ത്യ എന്താ നാളെ ഇതാവാൻ പോകുന്നുണ്ടോ? ഇല്ല. എല്ലാ രാജ്യത്തും ഉണ്ട് ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പല രീതിയിൽ പല കച്ചറി ഉണ്ടാക്കും. ഇവിടെ നമ്മുടെ ഉണ്ട് ഹിന്ദുത്വ രാജ്യം വേണമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരില്ലേ? അതേപോലെ ഹിന്ദുത്വ രാജ്യം ആയാലും ഇത് പ്രശ്നം തന്നെയാണ്. ഇത് ജനാധിപത്യ രാജ്യമായി നിൽക്കണം എന്നുള്ളത് അത് എല്ലാവർക്കും ഉള്ള ഓർമ്മപ്പെടുത്തല. ഇവിടെ പറഞ്ഞ ഹിന്ദുത്വം പറഞ്ഞിട്ട് രാമരാജ്യമാക്കണം എന്ന് പറഞ്ഞവന്മാരും ഇവിടെ പറഞ്ഞ ഇസ്ലാം രാജ്യമാക്കണം എന്ന് പറഞ്ഞ് രണ്ടും ഒരേ തോണിയിൽ കെട്ടേണ്ടതാ. അതിന് ഒരൊറ്റ മതത്തിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല നമ്മൾ ചെലച്ചുകൊണ്ടിരിക്കേണ്ടത് ഇവിടെ വന്നിരുന്നാലും. അതുകൊണ്ട് നിന്റെ ആ ഓർമ്മപ്പെടുത്തൽ എല്ലാവർക്കും ഓർമ്മപ്പെടുത്തലാണെങ്കിൽ അതെല്ലാം മതക്കാർക്കുള്ള ഓർമ്മപ്പെടുത്തല, മുസ്ലിങ്ങൾക്കും ഇന്ത്യക്കാർക്കും മാത്രമുള്ള ഓർമ്മപ്പെടുത്തലല്ല എന്നുള്ളൊരു ബേസിക് ഇത് തലക്കേറ്റും. ദുർഘടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുർഘടമാണ് എന്ന് തന്നെയാണ് ഇത് കാണുന്നത്. എളുപ്പമല്ല. ഏതായാലും ഇവിടെ വളരെയധികം പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. ഞാനും അതൊക്കെ തന്നെയാണ് ഉള്ളത്. കാരണം അടിസ്ഥാനപരമായിട്ട് വധശിക്ഷ എന്ന് പറയുന്ന ഒരു സംഗതിയോട് എതിർപ്പുള്ള വ്യക്തിയാണ്. കാരണം നമുക്ക് ഒരു ആധുനിക സമൂഹത്തിൽ നമുക്കത് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, അത് പരമാവധി കുറയ്ക്കണം. പക്ഷെ നമ്മളത് പറയുമ്പോഴും ഇന്ത്യ പോലും പല കേസുകളിലും ഈ വധശിക്ഷകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ്. അതും നമുക്കറിയാം. അപ്പോൾ വധശിക്ഷ കൊടുക്കുന്നത് കൊണ്ടും ഒരു രാജ്യം പിന്തിരിപ്പനാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയും പിന്തിരിപ്പനാണെന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നം ഇതിനകത്ത് അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അതിന് മറുപടിയായിട്ട് നമുക്ക് കിട്ടുന്ന റെസ്പോൺസസ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാന വശമായിട്ട് വരുന്നത്. അവിടെയാണ് മറ്റ് ഘടകങ്ങൾ കടന്നു വരുന്നത്. അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റു വഴികൾ, ഇതുപോലുള്ള തേർഡ് പാർട്ടി ഇന്റർവെൻഷൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് എന്നത് ഓർക്കുമ്പോഴാണ് ഇത് അത്ര എളുപ്പമല്ല എന്ന് പറയേണ്ടി വരുന്നത്. അതായത് താങ്കൾ ഈ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇപ്പോൾ തന്നെ ഈ തലാലിന്റെ സഹോദരൻ ഈ പലതരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാണ്. അബ്ദുൽ ഫത്താഹ് മഹ്ദി, അത് അദ്ദേഹം തന്നെയാണോ പോസ്റ്റ് ചെയ്യുന്നത് എന്നതിലൊന്നും വ്യക്തതയില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ തലാലിന്റെ കുടുംബം ഇതിന് ഒരുക്കമായാൽ പോലും അവിടുത്തെ മതപരമായ സാഹചര്യം എത്രത്തോളം അനുകൂലമാകും, പ്രത്യേകിച്ച് ഈ ഗോത്ര വിഭാഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതൊരു വലിയ വെല്ലുവിളിയാണ് എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഒരു ഘട്ടത്തിൽ അത് പറയുക എന്ന് പറയുന്നത് സത്യത്തിൽ, അതായത്
ഇവിടെ ഈ നിമിഷ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട വ്യക്തിയും അവരുടെ മതവും അത് തന്നെയാണ് ഈ നിയമത്തിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമ്മൾ സാധാരണ പറയാറുണ്ട് നിയമത്തിന്റെ മുന്നിലുള്ള തുല്യത എന്ന് പറയുന്ന ഒരു വിഷയം, അത് നമ്മൾ ഇന്ത്യയിൽ ഇരുന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷേ ഇസ്ലാമിന്റെ കണ്ണിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയല്ല വരുന്നത്. അവിടെ കാഫിറും അതല്ലെങ്കിൽ വിശ്വാസിയും എന്ന് തമ്മിലുള്ള ഒരു വേർതിരിവ് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിഷയത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇവൻ ഇടാൻ പോകുന്ന വേർഡുകൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഒന്ന് ഉമ്മത്ത്, ഒന്ന് കാഫിർ, ഒരു വിശ്വാസി കാഫിർ, ജിഹാദി ഇടേണ്ടതാണ്, അതവിടെ വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഇടും, അവൻ ഈ കാഫിർ ഇടും എന്നുള്ളത് ഉറപ്പായിരുന്നു. ഏതായാലും ഇവനുള്ള മറുപടി, ഈ കാഫിർ എന്നുള്ള ഈ ഇതിട്ടതിന്റെ മറുപടി ഉണ്ടല്ലോ അതിന് കൊടുക്കാൻ നിൽക്കും. ഇരു കൂട്ടരും, അതായത് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയ ആൾ അല്ലെങ്കിൽ ഇതിനകത്ത് ഇരയായിട്ടുള്ള ആളും അല്ലെങ്കിൽ ഇതിനകത്ത് കുറ്റക്കാരനായിട്ടുള്ള ആളും രണ്ടും ഒരേ മതത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് കുറേ കൂടി എളുപ്പമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ രണ്ടുപേരും മുസ്ലിം ആയിരുന്നുണ്ടെങ്കിൽ ഇതിൽ മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. കാരണം ഇവിടെ ഇരയുടെ സ്ഥാനത്ത് ഒരു മുസ്ലിമും കുറ്റം ചെയ്ത വ്യക്തി ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തിയും ആകുമ്പോൾ അവിടെ ഈ ക്ഷമ അല്ലെങ്കിൽ ഈ പണം സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെ ദയ ഇതിൽ ചോദിച്ചു വാങ്ങുമ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന സംഗതിയായിട്ടല്ല വരിക. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഇവൻ ഈ പറഞ്ഞതിന്റെ ഇരയായിട്ടുള്ളത് ആരാണ്? മുസ്ലിം, കൊന്നത് മറ്റൊരു മതം. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു അക്സെപ്റ്റൻസ് ഇല്ല, ക്ഷമ കൊടുക്കാന്നുള്ള അക്സെപ്റ്റൻസ് ഇല്ല. ഈ കേസിന്റെ അവസാനം ഇറങ്ങി പുറപ്പെട്ടത് ഇതേ കാഫിറല്ല, ഇതേ മതത്തിൽ പെട്ട മറ്റൊരു ലോകം അറിയപ്പെടുന്ന ഒരു മത പണ്ഡിതൻ തന്നെ ഇതിലൂടെ ഏർപ്പെട്ട്. അപ്പം ഇയാൾ പറഞ്ഞ ഈ ആരിഫ് പറഞ്ഞ ഈ മതത്തിന്റെ പണ്ഡിതൻ എന്തിനു ഏർപ്പെട്ടു? ഓക്കെ, നമ്മൾ മരിച്ചത് നമ്മുടെ അതായത് കാന്തപുരത്തിന്റെ മതത്തിൽപ്പെട്ട ഒരാളാണ് മരിച്ചത്. കൊന്നത് ഒരു മറ്റ് ഹിന്ദു മതത്തിൽപ്പെട്ട ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരാളാണ്. അങ്ങനെയാണ് ഞാനിതിന് ഇറങ്ങണ്ട, എൻ്റെ മതം എന്നെ പഠിപ്പിച്ചത് വേണ്ട, അത് ചെയ്യേണ്ട, അത് കൊടുക്കേണ്ടത് സെയിം മതത്തിലാണെങ്കിൽ കൊടുത്താൽ മതി, അങ്ങനെയാണെങ്കിലേ നമുക്ക് അതിനുള്ളൊരു കൂലി പടച്ചവനമ്പുരാൻ്റെ അടുത്ത് നിന്ന് കിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അതേ കാന്തപുരം പറഞ്ഞിട്ട്, അതായത് മുസ്ലിം അവിടുത്തെ ഏറ്റവും വലിയൊരു സൂഫി വര്യനായിട്ടുള്ള പുള്ളി ആ ഒരു പണ്ഡിതന്റെ ത്രൂ അയാൾക്ക് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? അതേ നാട്ടിലിരുന്നിട്ട് നമ്മുടെ കാഫിറാണ്, നമ്മുടെ മതത്തിൽപ്പെട്ടതല്ല, പിന്നെ നമ്മൾ എന്തിനാ പോണത് എന്ന് ചിന്തിച്ചാൽ പോരെ? അത് രണ്ടും ചിന്തിച്ചിട്ടില്ലല്ലോ ആരിഫെ. ഇവിടുത്തെ പ്രശ്നം മതമല്ല ആരിഫെ, ഇവിടെ ഒരിക്കലും മതമല്ല അവിടുത്തെ പ്രശ്നം. അവിടെ അവരുടെ വൈകാരികമായിട്ടുള്ള അവരുടെ ഇമോഷൻസാണ് ഈ ആളുമായിട്ട്, ഈ അനിയനുമായിട്ടുള്ള ഇമോഷൻസാണ് ഈ ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിന്നെ പോലത്തെ ആൾക്കാർ വന്നിട്ട് ഈ മൊത്തം മതത്തിനെ തന്നെ താറുമാറ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇടപെട്ടാമെന്ന് മത നേതാക്കളെ ഭയങ്കര മോശമായി ചിത്രീകരിച്ചിട്ട്, തീവ്രവാദ ബന്ധത്തിനോട് കണക്ട് ചെയ്തിട്ട്, നിന്നെ പോലത്തെ എച്ചിൽ നാറികളാണ് ഇവിടെ ഏറ്റവും വലിയ കാഫിറായിട്ടിരിക്കുന്നത്. അവിടെ കൊന്നവനോ മരിച്ചവനോ മരിക്കപ്പെട്ടവനോ മരിച്ച ആളുടെ കൂടെ ഉള്ളവരോ ഇതിൻ്റെ പിന്നാലെ കഷ്ടപ്പെട്ട് ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നവരോ അല്ല. നീയാണ് കാഫിർ. സത്യം, നിന്റെ ആ കാഫിർ ചിന്ത ഉള്ളത് കൊണ്ടാണ് നീയാണ് ഇത് പറപ്പിച്ചിട്ട് ഇത്രയും വേഴ്സാക്കിക്കൊണ്ടിരിക്കുന്നത്. ാണ് നമ്മൾ ചില കമന്റുകൾ ഇവിടെ കണ്ടത്. സഹോദരന്റെ ബ്ലഡ് ഇതുപോലെ വിറ്റ് കാശാക്കുകയാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും വരുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്. അതാണ് നമ്മളിവിടെ പറയേണ്ടി വരുന്നത്. ഈ നിയമത്തിന്റെ പ്രശ്നം ഇങ്ങനെയുള്ളതുണ്ട്. പക്ഷെ നമ്മളിതിപ്പോൾ പച്ചയ്ക്ക് ഇവിടെ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ ഒരു കൺസേർട്ടഡ് ആയിട്ട് ഇതിൽ നിലകൊണ്ട് ഇതിനകത്ത് ഒരു ഗുണമുള്ള നിലയിലേക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതെല്ലാം ചർച്ചയാക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ദുരവസ്ഥ. നമ്മളതിനെ നെഗറ്റീവായല്ല, സ്വാഭാവികമായും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തൊക്കെ പ്രതിസന്ധികളെയാണ് ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിലും നേരിടാൻ പോകുന്ന പ്രതിസന്ധികളാണ് നമ്മൾ പറയുന്നത്. അതിനെ മാറ്റി നിർത്തേണ്ടതില്ല. അതിലൊരു കാര്യമാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. അതായത് ഇതിങ്ങനെ പറയേണ്ടി വരുമ്പോൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി, അവിടെയാണ് ഈ കാന്തപുരത്തോട് നമുക്ക് വിയോജിക്കേണ്ടി വരുന്നത്. കാരണം ഈ ഒരു വിവരം ലഭിക്കുന്ന അവസ്ഥ മറ്റുള്ള ആളുകൾക്കുണ്ടായിട്ട് അവരിത് പരസ്യപ്പെടുത്തുകയോ ഇതിന്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുകയോ ചെയ്യാത്തടുത്ത് സ്വന്തം ആർക്ക് എൻ്റെ പൊന്നാരിഫ്, ആർക്കാണ് ഇതിൻ്റെ ഇത് കിട്ടിയത്? ക്രെഡിറ്റ് എടുക്കാൻ ആരാ വരാണ്ടിരുന്നത്? ആർക്കും കിട്ടിയിട്ടില്ല. കിട്ടിയത് ഫസ്റ്റ് എ പിക്ക് തന്നെ കിട്ടിയത്. എ പി ഇടപെട്ടതുകൊണ്ട് എ പിക്ക് കിട്ടിയത് താനെ എ പി തന്നെ ഔട്ട് ചെയ്യേണ്ടത്. മിണ്ടാണ്ടിരുന്നോണ്ട് കാര്യമുണ്ടോ? മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമാണോ? 9 വർഷമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സർക്കാരും അതിൻ്റെ പിന്നാലെ നടന്ന ഒരു സർക്കാരിൻ്റെ ഒരു വക്താവുമായിട്ടുള്ള ഈ ജെറോമിനെ പോലത്തെ അവിടുത്തെ 10-40 ലക്ഷം ഉറുപ്പ്യ അവിടെ കൊണ്ട് അവൻ്റെ കഞ്ഞി കുടിച്ച് അവൻ്റെ വീട് നന്നാക്കി അവൻ്റെ വീട്ടുകാരെ നന്നാക്കി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് പറയല്ലേ വേണ്ടത്? അവിടെ ക്രെഡിറ്റ് കളി കളിച്ചത് അല്ലെങ്കിൽ അവിടെ ഒരു ക്രെഡിറ്റ് പ്ലേ കളിച്ചത് നീയും നിൻ്റെ ബാക്കിയുള്ള എച്ചിൽ ടീമും അല്ലേ? പാഡ് പോലും എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് ആ പേര് പരസ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു വലിയ ചർച്ചയാവുകയും അവിടെയാണ് ഈ പറയുന്ന വഴിവിട്ട ചർച്ചകളിലേക്ക് ഇത് പോകുന്നത്. അങ്ങനെ ഒരു വിവരം പുറത്തേക്ക് വന്നാൽ അത് കൂടുതൽ ആളുകൾക്ക് ഒരു ആശ്വാസകരമാകട്ടെ എന്ന നിലയിലും ആകാമല്ലോ.
അല്ല അത് ഏത് രീതിയിലാണ് ആശ്വാസമാകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അതിൽ ഫൈനൽ ആശ്വാസം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ കുടുംബത്തെ കൺവിൻസ് ചെയ്ത് ഇതിനകത്ത് ഈ ബ്ലഡ് മണി സ്വീകരിച്ച് ഇതിനകത്തൊരു വിടുതൽ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇതിനകത്ത് ആശ്വാസമാകുന്നുള്ളൂ. അല്ലാത്ത കാലത്തോളം ഇത് ആശ്വാസമാകുന്നില്ല എന്നുള്ളത്. മരവാഴ 10 വർഷം കഴിഞ്ഞിട്ട് ശിക്ഷിക്കുന്നു പറഞ്ഞൊരു സ്ഥലത്തല്ല അത് ഉണ്ടായത്. മറ്റന്നാൾ തൂക്കിക്കൊല്ലുന്നു പറഞ്ഞൊരു സ്ഥലത്ത്, ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് ഇങ്ങനെ ഒരു വിധി, മറ്റന്നാൾ എന്നുള്ള ആ ഒരു ഡേറ്റ് അങ്ങ് മാറ്റി വെച്ചെന്നുള്ള ചെറിയ ആശ്വാസമല്ല, അതാണ് ആശ്വാസം. അത് ആശ്വാസം. മറ്റേതാണ് വിജയം. അതായത് എല്ലാം കഴിഞ്ഞിട്ട് ഇവരെ ഫാമിലി അക്സെപ്റ്റ് ചെയ്ത് അവർ മാപ്പ് കൊടുത്ത് അവർ വിട്ടു തരുന്ന അവിടെയാണ് ആഘോഷം വരുന്നത്. ആഘോഷം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ആനന്ദം കൊണ്ടുള്ളൊരു ആഘോഷം അല്ലേ, എന്റർടൈൻമെന്റ് എന്നല്ല ഇനി പറയാം. ആ ആഘോഷത്തിന് അത് അവിടെയാണ് വരുന്നത്. അപ്പം അതും ഇവിടെ ആശ്വാസമാണ്. ഈ ഡേറ്റ് നീട്ടി കിട്ടി എന്നുള്ളത് ആശ്വാസം. അതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എച്ചിലുകൾക്ക് ഉണ്ടാവില്ലേ? ഡിങ്കസ്ഥാനിൽ ഡിങ്ക മതക്കാർക്ക് ഇത് പറഞ്ഞിട്ടില്ല എന്നാണ് നീ പറയുന്നത്? കാരണം ഇതൊരു ഏർലി സെലിബ്രേഷൻ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അവിടെ ഞാൻ സംശയമായി ചോദിക്കുന്നത്, ഇപ്പൊ നമുക്കറിയാമല്ലോ നിമിഷപ്രിയ എന്നത് പൊതുവെ മലയാളികൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ നിരവധിയായ മലയാളികൾ ഉണ്ടെങ്കിലും നിമിഷപ്രിയ കേസിന് ഒരു പ്രത്യേക സ്വഭാവമുള്ളത് കൊണ്ട് പൊതുസമൂഹം മുഴുവൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിക്കാണുന്നു. അതിനിടയിലാണ് വധശിക്ഷ 16-ാം തീയതി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ നിമിഷം അതിൽ നിന്ന് ഒരു ആശ്വാസം ലഭിച്ചു, അല്ലെങ്കിൽ അത് മാറ്റിവെച്ചു എന്ന വിവരം പുറത്തേക്ക് വന്നതിനെ നമുക്ക് അങ്ങനെ ഒരു ക്രെഡിറ്റ് എടുക്കലായി കണക്കാക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ മാത്രമായിരുന്നു ആ വിവരം വന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്രെഡിറ്റ് എടുക്കലായിട്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഇത് പുറത്തേക്ക് വന്നത്. ഇത് ഇന്ന വ്യക്തി മാത്രമാണ് ഇതിനകത്ത് പങ്കെടുത്തത്, ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ആകെ പ്രശ്നമാകുമായിരുന്നു എന്നുള്ളൊരു നറേറ്റീവ് ഒരു വശത്തും, അതല്ല മറ്റൊരു വശത്ത് സ്വന്തം ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി തന്നെ ഈ ലെറ്റർ പാഡ് ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം മറുവശത്തും ഉണ്ടാകുമ്പോൾ അവിടെയാണ് ഈ അൺഡ്യൂ ആയിട്ടുള്ള ഒരു സംഗതി അവിടെ ശ്രദ്ധയപ്പെടുന്നതും അതിന്റെ പേരിലുള്ള ചർച്ചകൾ ഇവിടെ രൂപപ്പെടുന്നതും. അവിടെയാണ് ഇത് ഇനി അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ വ്യക്തി വീണ്ടും, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എത്ര പ്രാവശ്യം തിരിച്ചു മറിച്ചു തന്നെ പറയുന്നത്, ഈ ചർച്ചയിൽ അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത്രയും പറയേണ്ടി വരുന്നത് ആ വ്യക്തിയുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അതല്ലാണ്ട് വേറെ ആരുമല്ല. നീയോ നിന്റെ ഡിങ്കനോ നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ വാലാട്ടികളോ ഒന്നുമല്ല, അവരാരുമല്ല. ആ ഒരു വ്യക്തിയുടെ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്ക് ചർച്ച ചെയ്യാൻ തന്നെ ഇത്രയും കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. കാര്യം 100% ക്രെഡിറ്റ് തന്നെയാണ്. അത് ആശ്വാസത്തിൻ്റെ ക്രെഡിറ്റാണ്, അതല്ലാണ്ട് അത് ആഘോഷത്തിൻ്റെ ക്രെഡിറ്റ് അല്ല. ആ ബോധം, ആ സാമാന്യ ബോധമാണ് നിനക്കൊക്കെ വേണ്ടിയിരുന്നത്. അത് നിനക്കില്ലാണ്ടായിപ്പോയി. നീയാണിത് ഏറ്റവും കൂടുതൽ വൾഗറാക്കിയത്. നിങ്ങളൊന്ന് എടുത്തു നോക്കുക, അന്നിട്ട പോസ്റ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇവൻ്റെ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു യമനി അല്ലെങ്കിൽ ആ യമനിൽ ഏതെങ്കിലും ഒരു ഹൂത്തി ഇതിൽ ഇൻവോൾവ് ആയി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ തന്നെ ആയിരിക്കും അടുത്ത പ്രശ്നങ്ങൾ. നോട്ട് ചെയ്തോ നിങ്ങൾ?